അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് 16ാമത്തെ നോമ്പാണ്. നമുക്കിന്ന് സ്പെഷ്യലായിട്ട് കൽമാസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്, പിന്നെ ഇളനീർ ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കൽമാസിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് മുട്ടയാണ്. പിന്നെ അതിൻ്റെ മസാല ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളി പച്ചമുളക് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ അധികം മസാലയൊന്നും ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് ചെറിയൊരു മസാല ആക്കിയിട്ടാണ് നമ്മൾ കൽമാസ് ഉണ്ടാക്കുന്നത്. നോമ്പിനിപ്പോൾ മെയിനായിട്ട് രാവിലെ മുതലേ ഒന്നും കുടിക്കാണ്ടും തിന്നാണ്ടും നിന്നിട്ട് ആ വൈകുന്നേര സമയത്ത് നല്ല തണുപ്പുള്ള കഴിച്ച് ഇപ്പോൾ തൊണ്ടക്കൊക്കെ നല്ല പണി കിട്ടിയിട്ടാണെന്നുള്ളത്. അധികം അങ്ങനെ സംസാരിക്കാനോ ഫുഡ് അങ്ങോട്ട് കഴിക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ തേങ്ങയും പെരുംജീരകം ചെറിയ ജീരകം എല്ലാ ജീരകവും എടുത്ത് വന്നിട്ട് അതിലെടുക്കുക. പിന്നെ ഒരു കഷ്ണം ഉള്ളി ഇടുന്നുണ്ട്, എന്നിട്ട് അത് അടിച്ചെടുക്കുക. പിന്നെ ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് പിന്നെ നേരത്തെ നമ്മൾ അടിച്ചെടുത്ത ആ മിക്സ് അതിലേക്ക് ഒഴിക്കുക. പിന്നെ ഇളം ചൂടുവെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ കുഴച്ചെടുക്കണം. നല്ല തിക്കും വേണ്ട, നമ്മൾ നെയ്പ്പത്തിലൊക്കെ കുഴക്കുന്നത് പോലെയാണ് കുഴക്കേണ്ടത്. പിന്നെ ഞാനിവിടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ചിക്കനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മസാലയൊക്കെ ഇട്ടോ, എന്നു വെച്ചിട്ട് എല്ലാം വാരി വലിച്ചിടണ്ട, നമുക്ക് ആവശ്യമുള്ള മസാലകൾ മാത്രം അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇറാനി പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ പൊരിക്കുന്നത്. പിന്നെ നമ്മുടെ കൽമാസിലോട്ട് നമുക്ക് മുട്ടയാണ് ആവശ്യം. മുട്ട ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. നന്നായി ചെറുതാക്കിയിട്ട് എടുത്തോ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് റോൾ ചെയ്യുമ്പോൾ ഇത് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ചെറിയതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഇറാനി പോള ഉണ്ടാക്കാനുള്ള ബാറ്റർ തയ്യാക്കാം. നമുക്കൊരു ഗ്ലാസ്സിലാണ് എല്ലാ അളവും എടുക്കേണ്ടത്. അതിൽ മൈദയും ഓയിലും പാലും പിന്നെ ഒരു മുട്ടയോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. പാൽ കുറച്ച് അധികം എടുത്താലും കുഴപ്പമില്ല, നല്ല ലൂസും അല്ല എന്നാൽ ടൈറ്റും അല്ല, ആ ഒരു വിധത്തിൽ അടിച്ചെടുക്കണം. ഇനി കൽമാസിൻ്റെ നേരത്തെ ഉള്ളി മസാലയിലോട്ട് ആ മുട്ട ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാം അപ്പുറത്തുനിന്ന് ഒന്ന് നടക്കുന്നുണ്ട്, ഇപ്പുറത്തുനിന്ന് ഒന്ന് നടക്കുന്നുണ്ട്. എല്ലാം ഒപ്പരം ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ ഇറാനി പോളക്കുള്ള ബാറ്ററിയാക്കുന്ന ആ പാത്രം വെച്ചിട്ട് ആദ്യം മിക്സ് ഒഴിച്ചെടുക്കാം. പിന്നെ അതിൻ്റെ മേലെ മസാല ഇട്ടെടുക്കാം. ഞാൻ 3 ലെയറായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ നോമ്പ് തൊട്ടിട്ട് ഞാനൊരു 5-6 പ്രാവശ്യമെങ്കിലും ഈ ഇറാനിപ്പോള എന്നല്ല, ഞാൻ ഇതിന് പിസ്സ എന്നാണ് പറയാറ്, ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് വെച്ചാൽ ഒന്ന് ഇറാനിപ്പോളയും പിന്നെ ഒന്നെൻ്റെ അവിൽ ഷേക്കാണ്. അതുകൊണ്ട് നിരന്തരമായിട്ട് ഉണ്ടാക്കാൻ പറയുന്നത് കൊണ്ടാണ് ഇതൊരു 5-6 പ്രാവശ്യമായി ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് കൽമാസിന് വേണ്ടിയിട്ട് ഇതേപോലെ നെയ്പ്പത്തലിന് പരത്തുന്ന പോലെ കൈമൽ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഫില്ലിങ് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. കല്ലുമ്മക്കായ് പോലെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഉന്നക്കായ് പോലെയെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചിക്കൻ റോള് പോലെ അങ്ങനെ, നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കിയെടുക്കാം. ആക്ച്വലി ഇത് കല്ലുമ്മക്കായ് പൊരിക്കുന്ന പോലെ തന്നെ പൊരിക്കുക. ഈ മുളക് കലക്കിയിട്ട് അതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും എൻ്റെ വക കൂടി ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാം മനസ്സിലാവും, ഞാൻ പറയേണ്ട ആവശ്യം വരില്ല. പിന്നെയെന്ന് വെച്ചാൽ എല്ലാവരും വോയിസ് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനങ്ങനെ കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഇളനീർ ഷേക്ക് ആക്കുന്നുണ്ട്. ഇളനീരിൻ്റെ പഴുപ്പൊക്കെ ഇപ്പോൾ വാങ്ങാൻ കഴിയുന്നുണ്ട്, അത് വെച്ചിട്ടാണ് ആക്കുന്നത്. ഈ ഒരു കട്ടപ്പാലിന് ഈ ഒരു ഇളനീരിൻ്റെ ഫുള്ള് ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് മധുരം പിന്നെ ഞാൻ കട്ടപ്പാലിട്ട് കൊടുക്കുന്നുണ്ട്. കട്ടപ്പാലിന് ഞാൻ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കത് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇനി വേറൊരു നല്ല പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ നേരത്തെ റോൾ ചെയ്ത് വെച്ച മുട്ടക്കൽമാസിൻ്റെ ഇത് നമുക്ക് ആവിയിൽ വേപ്പിച്ചെടുക്കാമെന്ന് വേണ്ട. അത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് വേപ്പിച്ചെടുക്കുന്നത്. പിന്നെ അതിൻ്റെ അടുക്ക് എൻ്റെ ഇറാനിപ്പോള ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതൊക്കെ മുറിച്ചിട്ട് ഇനി ഓരോ പാത്രത്തിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ കൽമാസിനെ നമുക്ക്
കല്ലുമ്മക്കായ് പൊരിക്കുന്നത് പോലെ പൊരിച്ചെടുക്കുക. ഞാൻ എല്ലാം ലെങ്ത് ആക്കിയിട്ടൊന്നും എടുക്കുന്നില്ല, എല്ലാം ഷോർട്ടാക്കിയിട്ട് ഇടുന്നുള്ളൂ. അധികം ലേഖടിപ്പിച്ചാൽ നിങ്ങൾക്കും ബോറാകും, പിന്നെ എനക്കും പറയാനും ഇതാക്കാനും ബോറാകും. അപ്പോൾ നമുക്കെല്ലാം പാത്രത്തിൽ സെറ്റാക്കി വെക്കാം. പിന്നെ ഫ്രൂട്ട്സും എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. നോമ്പ് തുറക്കാനാകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം കുറച്ചധികം കടികളും ജ്യൂസും എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ടാറ്റ ബൈ ബൈ.